ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു അല്ലേ, സ്കൂളിലെ പഠിത്തത്തിൻ്റെ തിരക്കിലേക്കായി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് നാളുകളിൽ എന്തൊക്കെയാണ് ചുറ്റുപാടും നടന്ന GK വിശേഷങ്ങൾ, ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സ്ലൈഡിലേക്ക് പോകാം കേട്ടോ. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, അതായത് 2024 ജൂൺ 21 യോഗാ ദിനം ആഘോഷിച്ചു അല്ലെ. അപ്പൊ ആ യോഗാ ദിനത്തിന്റെ തീം എന്തായിരുന്നു എന്ന് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിൽ ഇന്ത്യ ആദ്യ ട്രയൽ റൺ പൂർത്തിയാക്കി. അത് ഏത് നദിയിലാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം അല്ലെ, റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ചിനാബ് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിനാബ് നദി എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു കൈവഴിയായിട്ട് ഒഴുകുന്ന നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. ഈ പഞ്ചാബ് എന്ന് പറയുന്നത് അല്ലെ, പഞ്ചാബ് എന്ന് പറയുന്നതിലെ 5 നദികളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുള്ള ഒരു നദി കൂടിയാണ് ചിനാബ് എന്ന് പറയുന്നത്. ഇത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഒക്കെ വഴി ഒഴുകിയാണ് എത്തുന്നത്. അപ്പൊ ഇതിന്റെ മേജർ ആയിട്ടുള്ള പോർഷൻ കാണുന്നത് എവിടെയാണ്? ഈ ചിനാബ് നദിയുടെ മേജർ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് പഞ്ചാബിലാണ് എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചിനാബ് നദിയിലാണ് അതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയതാര് എന്നുള്ളതാണ്. അപ്പോ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരമാണ് കേട്ടോ. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം വേറെയുണ്ട്, ഇത് ബാലസാഹിത്യ പുരസ്കാരമാണ്. അത് കിട്ടിയത് ഉണ്ണി അമ്മയമ്പലം എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഉണ്ണി അമ്മയമ്പലം. അടുത്തത് CMFRIയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. CMFRI എന്ന് പറഞ്ഞാൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് CMFRI എന്ന് പറയുന്നത്. അപ്പൊ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്? ഗുജറാത്തിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? ഗുജറാത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 കോപ്പ അമേരിക്കയുടെ ഭാഗ്യ ചിഹ്നം അല്ലെ, നിങ്ങൾക്ക് വളരെ ഈ കളികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കും. എന്താണ്? ക്യാപ്റ്റൻ എന്നുള്ളതാണ്. ക്യാപ്റ്റൻ എന്നുള്ളതാണ് 2024 കോപ്പ അമേരിക്കയുടെ ഭാഗ്യ ചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കേരളത്തിലെ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ എന്നുള്ളതാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ് നാവികസേനയുടെ ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഇന്ത്യയില് ഏത് സ്ഥലമാണ് വേദിയായത് എന്നുള്ളതാണ്. എവിടെയാണ് വേദിയായത്? ശ്രീനഗർ ആണ് വേദിയായത് കേട്ടോ. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ആചരിച്ചത്. ഇന്ത്യയിൽ അതിന് വേദിയായ സ്ഥലം ഏതായിരുന്നു? ശ്രീനഗർ ആയിരുന്നു കേട്ടോ. അടുത്ത നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ചറിയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ എന്താണ്? ഏത് നദിയിലാണ് എന്നുള്ളതിന്റെ ഉത്തരം പറഞ്ഞു. ഏതാണ്? ചിനാബ് നദിയിലാണ് അല്ലെ. ചിനാബ് നദിക്ക് മുകളിലൂടെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അത് എവിടെയാണെന്നുള്ളതാണ്. റിയാസിയിലാണ് അത് വരുന്നത്. റിയാസിയിലാണ് അത് വരുന്നത്. റിയാസി എവിടെയാണ്? ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലാണ് എന്ത് വരുന്നത്? റിയാസി വരുന്നത്. അപ്പോ 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയല്ലേ. അപ്പോ പിന്നെ അതേപോലെ യോഗയുമായിട്ട് ബന്ധപ്പെട്ടും 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. മറന്നു പോവില്ലല്ലോ. ഇനി അടുത്തത് 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ഏതാണ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തരംഗ് ശക്തി എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്, ഓസ്ട്രേലിയ, ഫ്രാൻസ്, US, ജർമ്മനി, സിംഗപ്പൂർ, UK, ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? തരംഗ് ശക്തി എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്.
അപ്പൊ യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ്? ഭുജ് സ്മൃതി വനമാണ് ആ മ്യൂസിയം എന്ന് പറയുന്നത്. 2001 ഗുജറാത്തില് ജനുവരി 26 ഗുജറാത്തിലെ ഭുജില് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. അപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. അപ്പോൾ അവരുടെ ഹോണർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മ്യൂസിയമാണ് ഭുജ് സ്മൃതി വനം എന്ന് പറയുന്നത്. അതാണ് യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് 2022 ഓഗസ്റ്റിലാണ്. 2022 ഓഗസ്റ്റിലാണ് ഈ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ വളരെ യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ അത് മാത്രമല്ലാതെ കുറച്ച് മറ്റുള്ള കാര്യങ്ങളും കൂടി പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ കരിയറിൽ സിവിൽ സർവീസ് പോലെയുള്ള ആസ്പിറൻസ് ആണ് നമ്മളെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോഴേ അതിന്റെ ബേസ് സെറ്റ് ആക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് CC+ അടിപൊളിയായിട്ട് സിവിൽ സർവീസ് ഫൗണ്ടേഷന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് ഫൗണ്ടേഷന്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. ഇത് നമ്മളുടെ വളരെ ലിമിറ്റഡ് ഓഫർ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത്തരം മോർ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.